ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പുതിയ ചില മാനേജ്മെൻറ്റ് ടെക്നിക്സുകളെ സംബന്ധിച്ചിടത്തോളമാണ്. നമുക്കറിയാം, ബിസിനസ് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത് വളരെ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ചസ് ഒക്കർ ചെയ്യപ്പെടുന്ന ഒരു എൻവയോൺമെൻറ്റാണ് ബിസിനസ് എൻവയോൺമെൻറ്റ്. ബിസിനസ് എൻവയോൺമെൻറ്റിലെ ഫാക്ടേഴ്സിനകത്ത് വരുന്ന ചേഞ്ചസ് എല്ലാം ബിസിനസ്സിൽ ചേഞ്ചസ് കൊണ്ടുവരുന്നതിന് ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്. ആ തരത്തിൽ ഫാക്ടേഴ്സിനകത്ത് വന്ന ചേഞ്ചസ് പഴയ മാനേജ്മെൻറ്റ് മെത്തേഡുകൾ അത്രമാത്രം സക്സസ്ഫുൾ അല്ലാതെയാക്കിയപ്പോൾ പല ബിസിനസ് ലീഡേഴ്സും അതുപോലെ തന്നെ അക്കാഡമിക് ലീഡേഴ്സും ചേർന്ന് പുതിയ ചില മാനേജ്മെൻറ്റ് ടെക്നിക്കുകൾ എസ്റ്റാബ്ലിഷ് ചെയ്തു. ഫോർ ദ പർപ്പസ് ഓഫ് അറ്റൈനിങ് ഹൈ ഗ്രോത്ത് for their business organization. ഈ മാനേജ്മെൻറ്റ് ടെക്നിക്കുകളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും സംസാരിക്കുന്ന ചില മാനേജ്മെൻറ്റ് ടെക്നിക്കുകളാണ് ക്വാളിറ്റി സർക്കിൾ, ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ്, സിക്സ് സിഗ്മ, ബിസിനസ് പ്രോസസ് റീ എഞ്ചിനീയറിംഗ് മുതലായവ. ഇന്ന് നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത് ക്വാളിറ്റി സർക്കിൾ എന്ന് പറയുന്നതായ പുതിയ മാനേജ്മെൻറ്റ് ടെക്നിക്ക് ആണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഈ ക്വാളിറ്റി സർക്കിൾ എന്ന മാനേജ്മെൻറ്റ് ടെക്നിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഓർഗനൈസേഷനാണ് 1980. 1962 ക്വാളിറ്റി സർക്കിൾ എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇന്ന് കാണുന്ന രൂപത്തിൽ ലോകത്തിൽ ഇംപ്ലിമെന്റ് അല്ലെങ്കിൽ അവതരിപ്പിക്കപ്പെട്ടത്. സോ നമ്മൾ ക്വാളിറ്റി സർക്കിൾ എന്താണ് എന്നാണ് ആദ്യമായിട്ട് പറയാൻ പോകുന്നത്. ക്വാളിറ്റി സർക്കിൾ എന്ന് പറഞ്ഞാൽ ഒരു ഓർഗനൈസേഷനിലെ സിമിലർ ജോബുകൾ ചെയ്യുന്ന എംപ്ലോയീസ് ഒന്നിച്ച് ചേർന്ന്, എല്ലാവരും വേണമെന്നില്ല, ഒരു സ്മോൾ ഗ്രൂപ്പ് ഓഫ് എംപ്ലോയീസ് ഒന്നിച്ച് ചേർന്ന് അവരവിടെ ഫേസ് ചെയ്യുന്നതായ പ്രോബ്ലം, അതായത് ചിലപ്പം ക്വാളിറ്റി ഓഫ് പ്രൊഡക്ഷൻ ആയിരിക്കാം പ്രോബ്ലം, അല്ലെങ്കിൽ സേഫ്റ്റി ആയിരിക്കാം പ്രോബ്ലം, അല്ലെങ്കിൽ ഹൈ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആയിരിക്കാം പ്രോബ്ലം. ഇങ്ങനെയുള്ളതായ എന്തെങ്കിലും ഒരു പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് ആ പ്രോബ്ലം എന്താണ് എന്നുള്ളത് അനലൈസ് ചെയ്യുകയും ആ അനാലിസിസിലൂടെ ഈ എംപ്ലോയീസ് തന്നെ വിത്ത് ഓർ വിത്തൗട്ട് ദെയർ സുപ്പീരിയേഴ്സ് പ്രസൻസ് ഒരു സൊല്യൂഷൻ കണ്ടെത്തുകയും ചെയ്യുന്നു. ഈ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഓർഗനൈസേഷൻ വിളിച്ചു കൂട്ടുന്ന ഗ്രൂപ്പല്ല. എംപ്ലോയീസ് അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം ചേർന്ന് കാര്യങ്ങൾ ക്യാരി ഔട്ട് ചെയ്യുന്നതായ ഗ്രൂപ്പാണ്. അതുകൊണ്ട് നമ്മൾ പറയും ഇതൊരു വോളണ്ടറി ഗ്രൂപ്പാണ് എന്ന് പറയും. അങ്ങനെയുള്ളതായ ഈ ഒരു ഗ്രൂപ്പ് ഓഫ് എംപ്ലോയീസിലൂടെ ഈ ഓർഗനൈസേഷനിലെ പ്രോബ്ലത്തിന്, അതായത് നേരത്തെ പറഞ്ഞ ഏത് പ്രോബ്ലം വേണമെങ്കിലും ആകാം, അതിന് ഒരു സൊല്യൂഷൻ കണ്ടെത്തുന്നതിനെ ആണ്, ആ രീതിയെയാണ് നമ്മൾ എന്ത് എന്ന് പറയുന്നത്, ക്വാളിറ്റി സർക്കിൾ എന്ന് പറയുന്നത്. നൗ വി ആർ തിങ്കിങ് അബൌട്ട് ദ ഡെഫിനിഷൻ ഓഫ് ക്വാളിറ്റി സർക്കിൾ. ഹിയർ വി ആർ ഡിസ്കസിങ് ദ ഡെഫിനിഷൻ ഓഫ് എഡ്വിൻ ബി ഫ്ലിപ്പോ. As per Edwin B. Flippo, quality circle
means well-governing group of workers with or without their supervisors who voluntarily meet regularly to identify, analyze and solve problems of their work field. അതായത് എഡ്വിൻ ബി ഫ്യൂക്ലോ പറഞ്ഞിരിക്കുന്നതാണ്, തങ്ങളുടെ വർക്ക് ഫീൽഡിലെ പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്യാനും അത് അനലൈസ് ചെയ്യാനും അതിന് സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടിയിട്ടും ആ വർക്ക് ഫീൽഡിൽ സിമിലർ കൈൻഡ് ഓഫ് വർക്ക് ചെയ്യുന്നതായ എംപ്ലോയീസ് സ്വന്തം ഇഷ്ടപ്രകാരം റെഗുലർ ആയിട്ട് മീറ്റ് ചെയ്യുകയും അത് വിത്ത് സൂപ്പർവൈസർ ആകാം അല്ലെങ്കിൽ വിത്തൗട്ട് സൂപ്പർവൈസർ ആകാം. ഇങ്ങനെ മീറ്റ് ചെയ്ത് അവര് ആ പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്ത് ആ പ്രോബ്ലത്തെ അനലൈസ് ചെയ്ത് ആ പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ കണ്ടെത്തുന്നതായ ആ ഒരു രീതിയെയാണ് എന്ത് ക്വാളിറ്റി സർക്കിൾ എന്ന് പറയുന്നത്. Now we are discussing about the features of quality circle. In a normal sense, we can able to say basic 9 features the quality circle. First one, it's a voluntary group of persons having common cause. അതായത് ഒരു കോമൺ പർപ്പസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു കോമൺ ഗോളിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു കോമൺ പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഒന്നിച്ചു ചേർക്കപ്പെട്ടിരിക്കുന്നതായ ഒരു ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ് ആണ് ഏതെന്ന് പറയുന്നത് ക്വാളിറ്റി സർക്കിൾ എന്ന് പറയുന്നത്. ഇവരെങ്ങനെയാണ് ഒന്നിച്ച് ചേർക്കപ്പെട്ടിരിക്കുന്നത്? വോളണ്ടറിലി ആയിട്ട്, അതായത് മറ്റാരുടെയും ഇൻസ്ട്രക്ഷനെ ബേസ് ചെയ്തുകൊണ്ടല്ല, സ്വന്തം താല്പര്യപ്രകാരം സ്വാതന്ത്ര്യത്തോടുകൂടി അവർ ഒന്നിച്ചു ചേർന്നിരിക്കുന്നതായ ഒരു ഗ്രൂപ്പ് ഓഫ് പേഴ്സൺ ആണ് ഏതെന്ന് പറയുന്നത് ക്വാളിറ്റി സർക്കിൾ എന്ന് പറയുന്നത്. സെക്കൻഡ് ഫീച്ചർ, സ്മോൾ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ വർക്ക് അറ്റ് സെയിം പ്ലേസ് ആൻഡ് ഡു സിമിലർ വർക്ക്. അതായത് ഇതെന്ന് പറയുന്നത് ഓർഗനൈസേഷനിലെ എല്ലാ എംപ്ലോയീസും ഇല്ല. ഫോർ എക്സാമ്പിൾ, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിൽ ഫേസ് ചെയ്യുന്നതായ ഒരു പ്രോബ്ലം ആണെങ്കിൽ ആ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിൽ ആ പ്രോബ്ലം ഫേസ് ചെയ്യുന്നതായ ഏരിയയിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് മാത്രം, അതും ഒരു 6 മുതൽ 12 വരെ എംപ്ലോയീസെ എവിടെ കാണാറുള്ളൂ? ഒരു ക്വാളിറ്റി സർക്കിളിൽ കാണാറുള്ളൂ. അതിന് മുകളിലേക്ക് ഒരു പാർട്ടിസിപ്പേഷൻ ക്വാളിറ്റി സർക്കിളിൽ ഉണ്ടാകാറില്ല. അതുകൊണ്ടാണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത് സ്മോൾ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ വർക്ക് അറ്റ് സെയിം പ്ലേസ് ആൻഡ് ഡു സിമിലർ ജോബ്. ഒരേ സ്ഥലത്ത് വർക്ക് ചെയ്യുന്ന, ഏകദേശം ഒരേ ജോലികൾ ചെയ്യുന്ന, കാരണം അവർക്കാണ് എന്ത് കൃത്യമായിട്ട് അറിയാൻ പറ്റുന്നത്? ആ പ്രോബ്ലം എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. ആ ഓർഗനൈസേഷനിൽ അല്ലെങ്കിൽ ആ പ്ലേസിൽ വർക്ക് ചെയ്യാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ പ്രോബ്ലത്തിനെ കുറിച്ച് വ്യക്തമായിട്ട് അറിയാനായിട്ട് സാധിക്കില്ല. അതുപോലെ തന്നെ ആ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന ഒരു എംപ്ലോയിയിൽ തന്നെ ആ സെയിം കൈൻഡ് ഓഫ് ജോബ് ചെയ്യാത്ത ഒരു പേഴ്സണും ഇത് മനസ്സിലാക്കാനായിട്ട് സാധിക്കത്തില്ല. സോ സ്മോൾ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ വർക്ക് അറ്റ് സെയിം പ്ലേസ് ആൻഡ് ഡു സിമിലർ വർക്ക് ആണ് ഏതിനകത്ത് വരുന്നത്? ക്വാളിറ്റി സർക്കിളിനകത്ത് വരുന്നത്. Then the next one എന്ന് പറയുന്നത് it represent a collective effort. ഒരു കളക്റ്റീവ് എഫേർട്ട് ആണ് എല്ലാവരുടെയും കൂടെ ചേർന്ന്, അതായത് ക്വാളിറ്റി സർക്കിളിലുള്ളതായ എല്ലാ പാർട്ടിസിപ്പൻസിൻ്റെയും ഒരു കളക്റ്റീവ് എഫേർട്ടിന്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്യപ്പെടുന്നത്? ഈ ക്വാളിറ്റി സർക്കിളിന്റെ ആക്ടിവിറ്റീസ്, അതായത് ഐഡന്റിഫിക്കേഷൻ ഓഫ് പ്രോബ്ലവും അനലൈസിങ് ഓഫ് പ്രോബ്ലവും ഐഡന്റിഫൈയിങ് സൊല്യൂഷൻ ടു ദ പ്രോബ്ലവും ക്യാരി ഔട്ട് ചെയ്യപ്പെടുന്നത്, അല്ലാതെ ഇൻഡിവിജ്വൽ എഫേർട്ട് അല്ല. Then next one, improve the quality of output. അതായത് ഈ ക്വാളിറ്റി സർക്കിൾ ആക്ടിവിറ്റിയിലൂടെ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന എന്താണ്? ആ ഓർഗനൈസേഷനിൽ നിന്ന്
പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നതായ പ്രോഡക്റ്റിൻ്റെ ഔട്ട്പുട്ടിൻ്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യിക്കുക. അതായത് കോസ്റ്റ് കുറയ്ക്കുന്നതാകാം, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ആക്ടിവിറ്റി ക്യാരി ഔട്ട് ചെയ്യുന്ന സമയത്ത് ഹസാർഡസ് സിറ്റുവേഷൻസ് ഒഴിവാക്കുന്നതിലൂടെയും നമുക്ക് ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാം ആ ഓർഗനൈസേഷൻ്റെ വർക്ക് ലൈഫിൻ്റെ. ഇതെല്ലാം എന്താണ്? ക്വാളിറ്റി ഓഫ് ഔട്ട്പുട്ട് ഇംപ്രൂവ് ചെയ്യുകയാണ്. സോ ഇതാണ് ഫോർത്ത് പോയിന്റ് ആയിട്ട് പറയുന്നത്, ഇംപ്രൂവ് ദ ക്വാളിറ്റി ഓഫ് ഔട്ട്പുട്ട്. ദ നെക്സ്റ്റ് ഫീച്ചർ ഈസ് ഇറ്റ് കോർഡിനേറ്റ് ദ ആക്ടിവിറ്റീസ് ഓഫ് ദ മെമ്പേഴ്സ് ഫോർ ഇംപ്രൂവിംഗ് ദ ക്വാളിറ്റി ഓഫ് വർക്ക് ഇൻ ദ വർക്ക്ഷോപ്പ്. അതായത് ക്വാളിറ്റി സർക്കിളിലൂടെ എന്താണ് ഫോക്കസ് ചെയ്യുന്നത്? മെമ്പേഴ്സിന്റെ ക്വാളിറ്റി ഓഫ് വർക്ക് അത് ഇംപ്രൂവ് ചെയ്യിക്കുക. അതിനു വേണ്ടിയിട്ട് മെമ്പേഴ്സിന്റെ ആക്ടിവിറ്റീസിനെ മുഴുവൻ കോർഡിനേറ്റ് ചെയ്യുക എന്ന കാര്യമാണ് ക്വാളിറ്റി ഓഫ് സർക്കിളിനകത്ത് ക്യാരി ഔട്ട് ചെയ്യപ്പെടുന്നത്. Then the next one is it facilitate frequent meeting and discussion of members for improving quality. അതായത് ഓർഗനൈസേഷനിലെ ആക്ടിവിറ്റീസുമായിട്ട് റിലേറ്റ് ചെയ്തതായ കാര്യങ്ങൾക്കകത്ത് ഉള്ളതായ ക്വാളിറ്റി ഇംപ്രൂവ്മെന്റിനെ കുറിച്ച് ഉള്ളതായ ഡിസ്കഷൻസ് ക്യാരി ഔട്ട് ചെയ്യപ്പെടുന്നതിന് വേണ്ടിയിട്ട്, അതിലൂടെ ക്വാളിറ്റിയെ നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യുന്നതായ പ്രോബ്ലംസിന് സൊല്യൂഷൻസ് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ക്വാളിറ്റി സർക്കിളിൻ്റെ മീറ്റിങ്ങുകൾ ഫ്രീക്വൻ്റ് ആയിട്ട് വിളിച്ച് ചേർക്കപ്പെടാറുണ്ട്. ഐഡന്റിഫൈ പ്രോബ്ലംസ് ആൻഡ് ട്രൈ ടു ഫൈൻഡ് ഔട്ട് സൊല്യൂഷൻസ്. ഓർഗനൈസേഷൻ്റെ ക്വാളിറ്റി, ടോട്ടൽ ക്വാളിറ്റി പെർഫോമൻസിനെ നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യുന്നതായ പ്രോബ്ലംസ് എന്തെല്ലാമാണ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാനും ആ പ്രോബ്ലംസിന് സൊല്യൂഷൻസ് കണ്ടെത്താനും എന്തിലൂടെ സാധിക്കുന്നു, അല്ലെങ്കിൽ എന്തിലൂടെ ട്രൈ ചെയ്യുന്നു? ക്വാളിറ്റി സർക്കിളിലൂടെ ട്രൈ ചെയ്യുന്നു. എഫേർട്ട് ഡയറക്റ്റഡ് ടുവേർഡ്സ് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് ഓൺ എ റെഗുലർ ബേസിസ്. അതായത് ക്വാളിറ്റി സർക്കിളിന്റെ എഫേർട്സുകൾ മുഴുവൻ എങ്ങോട്ടാണ് ഫോക്കസ് ചെയ്യുന്നത്? ക്വാളിറ്റി ഇംപ്രൂവ്മെന്റിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത് റെഗുലർ ബേസിസിൽ. അതായത് ഇന്നലത്തേനേക്കാൾ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുക ഇന്ന്, ഇന്നത്തേതിനേക്കാൾ നാളെ, നാളത്തേതിനേക്കാൾ വരുന്ന ദിവസങ്ങളിൽ. ഇങ്ങനെ റെഗുലർ ബേസിസിൽ ഓർഗനൈസേഷനിലെ ആക്ടിവിറ്റീസിന്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യിക്കുക എന്ന ഫോക്കസിലാണ് ക്വാളിറ്റി സർക്കിളിന്റെ എല്ലാ ആക്ടിവിറ്റീസും ക്യാരി ഔട്ട് ചെയ്യുന്നത്. It has no discrimination against age, sex and position. ഏജിന്റെ ബേസിസിൽ, സെക്സിന്റെ ബേസിസിൽ, പൊസിഷന്റെ ബേസിസിൽ, അതായത് മെയിൽ ആണ് ഫീമെയിൽ ആണെന്ന് പറഞ്ഞുകൊണ്ട് ക്വാളിറ്റി സർക്കിളിനകത്ത് ആരുടെയും ഒപ്പീനിയൻ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുകയോ കേൾക്കാതിരിക്കുകയോ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നില്ല. അതായത് അതുപോലെ തന്നെ ഈസ്റ്റ് ആയിട്ടുള്ള പേഴ്സൺ ആണ്, അത്ര തന്നെ ഈസ്റ്റ് അല്ലാത്ത പേഴ്സൺ ആണ് എന്ന പോയിന്റ് ഓഫ് വ്യൂവിലും ഇവിടെ ഒരു വെയിറ്റേജോ അവോയ്ഡൻസോ മെമ്പേഴ്സിന്റെ ഒപ്പീനിയനകത്ത് ഉണ്ടാകാറില്ല. സോ അങ്ങനെയുള്ള യാതൊരു ഡിസ്ക്രിമിനേഷനും എവിടെയില്ല? ക്വാളിറ്റി സർക്കിൾ ആക്ടിവിറ്റീസിനകത്ത് ക്യാരി ഔട്ട് ചെയ്യപ്പെടുന്നില്ല. സോ ദീസ് 9 ആർ ദ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് quality circle. Now we are discussing about the main objectives of quality circle. First one is improve human relations and workers morale. ഓർഗനൈസേഷനിലകത്തെ എംപ്ലോയീസ് തമ്മിലുള്ളതായ
വൺ ടു വൺ റിലേഷൻഷിപ്പ് കുറെ കൂടെ ശക്തമാക്കാനായിട്ട്. കാരണം എന്നാ, ഇവിടെ ഒരു വോളണ്ടറി ഗ്രൂപ്പാണ് ഫോർമുലേറ്റ് ചെയ്യപ്പെടുന്നത്. ഓർഗനൈസേഷന്റെ ഇൻസ്ട്രക്ഷനോടുകൂടി ഫോർമുലേറ്റ് ചെയ്യപ്പെടുന്ന ഒരു ഗ്രൂപ്പ് അല്ല, വർക്കേഴ്സിന്റെ ഗ്രൂപ്പ് അല്ല ഏതെന്ന് പറയുന്നത് ക്വാളിറ്റി സർക്കിൾ എന്ന് പറയുന്നത്. ഇറ്റ്സ് എ വോളണ്ടറി ഗ്രൂപ്പ്. സോ ഈ വോളണ്ടറി ഗ്രൂപ്പ് ഫോർമുലേറ്റ് ചെയ്യപ്പെടുകയും അതിനകത്ത് വളരെ കുറച്ച് എംപ്ലോയീസ് മാത്രമേ ഉള്ളൂ. നമ്മൾ പറഞ്ഞു എംപ്ലോയീസിന്റെ സ്ട്രെങ്ത് എത്രയായിരിക്കും എന്നുള്ളത്. 6 to 12 എംപ്ലോയീസ് ആയിരിക്കും മാക്സിമം ഒരു ക്വാളിറ്റി സർക്കിളിനകത്ത് ഉണ്ടായിരിക്കുക. ആ എംപ്ലോയീസ് റെഗുലർ ആയിട്ട് മീറ്റ് ചെയ്യപ്പെടുകയും ചെയ്യാനായിട്ടുള്ള ഒരു സാഹചര്യം എവിടെ ഉണ്ടാകുന്നുണ്ട്? ക്വാളിറ്റി സർക്കിളിൽ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർ തമ്മിലുള്ളതായ ബോണ്ടിങ് വളരെ ശക്തമാകാനായിട്ട് ഏതിലൂടെ സാധിക്കുന്നു? ക്വാളിറ്റി സർക്കിളിലൂടെ സാധിക്കുന്നു. സോ അങ്ങനെയുള്ള എംപ്ലോയീസ് തമ്മിലുള്ളതായ ഒരു റിലേഷൻഷിപ്പ്, ശക്തമായ ഒരു റിലേഷൻഷിപ്പ് ക്വാളിറ്റി സർക്കിളിലൂടെ അറ്റൈൻ ചെയ്യാനായിട്ട് ഓർഗനൈസേഷൻ ഫോക്കസ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഓർഗനൈസേഷനിലെ എംപ്ലോയീസ് തമ്മിലുള്ളതായ റിലേഷൻഷിപ്പ് ഒരു പെർഫെക്റ്റ് റിലേഷൻഷിപ്പ് ആകുമ്പോൾ അത് വർക്കേഴ്സിന്റെ മൊറൈൽ, ഒരു പോസിറ്റീവ് മൊറൈൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ഉതകുന്നു. Then the next one എന്ന് പറയുന്നത് to realize and safety people needs at the workplace. ക്വാളിറ്റി സർക്കിളിലൂടെ മാനേജ്മെന്റിനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. യഥാർത്ഥത്തിൽ എംപ്ലോയീസ് അവരുടെ വർക്കിംഗ് ആക്ടിവിറ്റി ക്യാരി ഔട്ട് ചെയ്യുന്നതായ വർക്ക് പ്ലേസിൽ അവർക്ക് എന്തൊക്കെ സേഫ്റ്റി റിക്വയർമെന്റ്സ് ആണ് വേണ്ടിയത്, അവർക്ക് ആ വർക്ക് പ്ലേസിൽ എന്താണ് യഥാർത്ഥത്തിൽ ആവശ്യമായിട്ടുള്ളത്, അവർക്ക് എന്ത് കൊടുത്താൽ ആ ഓർഗനൈസേഷനിലെ വർക്കിംഗ് ആക്ടിവിറ്റീസ് കുറെ കൂടി ഇഫക്റ്റീവായിട്ട് ക്യാരി ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളത് മാനേജ്മെന്റിന് മനസ്സിലാക്കിയെടുക്കാനായിട്ടും ക്വാളിറ്റി സർക്കിളിലൂടെ ഫോക്കസ് ചെയ്യുന്നുണ്ട്. Then to promote participative culture. പാർട്ടിസിപ്പേറ്റീവ് കൾച്ചർ എന്ന് പറയുന്ന വേർഡിൽ നിന്ന് തന്നെ നമുക്കറിയാം എന്താണ് ഇവിടെ ഫോക്കസ് ചെയ്യുന്നത്. എംപ്ലോയീസിനെ ഓർഗനൈസേഷന്റെ മാനേജ്മെന്റ് ആക്ടിവിറ്റീസിനകത്ത് ഇൻവോൾവ് ചെയ്യുന്ന ഒരു രീതി ആ ഓർഗനൈസേഷനിൽ ക്രിയേറ്റ് ചെയ്യുക. അതാണ് ക്വാളിറ്റി സർക്കിളിലൂടെ ഫോക്കസ് ചെയ്യുന്നതായ മറ്റൊരു ഒബ്ജക്റ്റീവ്. Then to enhance job interest. എംപ്ലോയീസിന് അവരുടെ വർക്കിനോടുള്ളതായ താല്പര്യം കൂട്ടുക എന്നതും ക്വാളിറ്റി സർക്കിളിലൂടെ ഫോക്കസ് ചെയ്യുന്നതായ മറ്റൊരു ഒബ്ജക്റ്റീവ് ആണ്. ടു മേക്ക് ടീം വർക്ക് മോർ ഇഫക്റ്റീവ്. ടീം വർക്ക് ഇഫക്റ്റീവ് ആക്കാനായിട്ട് ക്വാളിറ്റി സർക്കിളിലൂടെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നുണ്ട്. കാരണം ഒരേ സിമിലർ ജോബ് ചെയ്യുന്നതായ, സിമിലർ പ്ലേസിൽ സിമിലർ ജോബ് ചെയ്യുന്നതായ എംപ്ലോയീസിന്റെ ഒരു ഗ്രൂപ്പാണ് എന്ത് എന്ന് പറയുന്നത് ക്വാളിറ്റി സർക്കിൾ എന്ന് പറയുന്നത്. അവര് തമ്മിലുള്ളതായ ബോണ്ടിങ് ഇഫക്റ്റീവ് ആകുമ്പോൾ നോർമലി ഒരു ടീം വർക്ക് അല്ലെങ്കിൽ ടീം സ്പിരിറ്റ് അവിടെ ജനറേറ്റ് ചെയ്യപ്പെടും. ആ ടീം സ്പിരിറ്റ് ഓർഗനൈസേഷന്റെ ബെറ്റർമെന്റിനെ പോസിറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യും. ടു റെഡ്യൂസ് ഡിഫക്ട്സ് ആൻഡ് ഇംപ്രൂവ് ക്വാളിറ്റി. ഡിഫക്ട്സ് റെഡ്യൂസ് ചെയ്യാനും ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യിക്കാനും ഏതിലൂടെ സാധിക്കുന്നു? ക്വാളിറ്റി സർക്കിളിലൂടെ സാധിക്കുന്നു. അതായത് ഡിഫക്റ്റ് ഉണ്ടാകാനായിട്ടുള്ള കോസസ് എന്തെല്ലാമാണ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുകയും ആ കോസസ് ഓവർകം ചെയ്യാനായിട്ടുള്ളതായ സൊല്യൂഷൻസ് ക്വാളിറ്റി സർക്കിളിലൂടെ കണ്ടെത്തുകയും ചെയ്യുന്നു. സോ ഡിഫക്ട്സ് കുറയുകയും ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുകയും ചെയ്യുന്നു. നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ടു ഇംപ്രൂവ് ഹൗസ് കീപ്പിംഗ്, കോസ്റ്റ് ഇഫക്റ്റീവ്നെസ്, സേഫ്റ്റി എക്സെട്ര. അതായത് ഈ പറയുന്നതായ ഓർഗനൈസേഷനിലെ കാര്യങ്ങൾ, ഹൗസ് കീപ്പിംഗ് എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു നോർമൽ മീനിങ് എന്ന് പറയുന്നത് ഗൃഹഭരണമാണ്.
ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നതായ ഈ ഹൗസ് കീപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഓർഗനൈസേഷനിലെ കാര്യങ്ങൾ ചിട്ടയായും വെടിപ്പായും മുൻപോട്ട് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ക്രിയേറ്റ് ചെയ്യുകയും ഓർഗനൈസേഷനിൽ കോസ്റ്റ് കട്ട് ഡൗൺ ചെയ്യാൻ സാധിക്കുന്ന സാഹചര്യങ്ങളിലെല്ലാം കോസ്റ്റ് കട്ട് ഡൗൺ ചെയ്ത് കോസ്റ്റ് ഇഫക്റ്റീവ്നെസ് അറ്റൈൻ ചെയ്യുകയും ഓർഗനൈസേഷനിലെ സേഫ്റ്റി, ഹെൽത്ത് ആൻഡ് സേഫ്റ്റി പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുകയും ഒക്കെ ചെയ്തുകൊണ്ട് കാര്യങ്ങൾ മുമ്പോട്ട് പോകാനായിട്ട് ഇതിലൂടെ സാധിക്കുന്നു, ക്വാളിറ്റി സർക്കിളിലൂടെ സാധിക്കുന്നു. ഓക്കെ, ദെൻ ടു ഇൻക്രീസ് പ്രൊഡക്ടിവിറ്റി, ക്വാളിറ്റി സർക്കിളിലൂടെ നമുക്ക് എന്ത് ഫോക്കസ് ചെയ്യുന്നു? ഓർഗനൈസേഷൻ്റെ പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഫോക്കസ് ചെയ്യുന്നു. Then the next objective is to enhance the problem solving capacity. ക്വാളിറ്റി സർക്കിളിനകത്ത് ആ പർട്ടിക്കുലർ ജോബ് ചെയ്യുന്ന എംപ്ലോയീസിൻ്റെ തന്നെ ഒരു ഗ്രൂപ്പ് ആ ജോബിനകത്ത് ഉണ്ടാകുന്നതായ പ്രോബ്ലത്തെക്കുറിച്ചും ആ പ്രോബ്ലത്തിനെ ഓവർകം ചെയ്യാനായിട്ടുള്ള സൊല്യൂഷനെ കുറിച്ചും ഐഡന്റിഫൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഈ ഒരു ആക്ടിവിറ്റിയിലൂടെ ഓർഗനൈസേഷനിലെ എംപ്ലോയീസിൻ്റെ പ്രോബ്ലം സോൾവിങ് കപ്പാസിറ്റി ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഓർഗനൈസേഷന് സാധിക്കുന്നു. ദെൻ ടു എൻക്രീസ് ദ ആറ്റിറ്റ്യൂഡ് ഓഫ് പ്രോബ്ലം പ്രിവെൻഷൻ, പ്രോബ്ലം ഒക്കെ ചെയ്യപ്പെടുന്നതിന് മുമ്പ് തന്നെ, അതായത് ഓർഗനൈസേഷനിൽ ഇപ്പോൾ ഒരു ചേഞ്ച് കൊണ്ടുവരികയാണെന്ന് വിചാരിക്കാം. ആ ഓർഗനൈസേഷനിലെ ചേഞ്ചിനെ കുറിച്ചുള്ള ഒരു ഡിസ്കഷൻ ഈ ക്വാളിറ്റി സർക്കിളിനകത്ത് വരുമ്പോൾ തന്നെ ഈ ക്വാളിറ്റി സർക്കിളിലെ ആ ഡിസ്കഷനകത്ത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും ആ ചേഞ്ച് ഓർഗനൈസേഷനിൽ കൊണ്ടുവന്നാൽ ആ ഓർഗനൈസേഷനിൽ ഉണ്ടാകാവുന്ന പ്രോബ്ലംസ് എന്തെല്ലാമാണ്. ആ പ്രോബ്ലംസ് ഉണ്ടാകുമെന്ന് മാനേജ്മെന്റിലോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ മാനേജ്മെന്റിന് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ആ ചേഞ്ചസ് മോഡിഫൈ ചെയ്തുകൊണ്ട്, ഈ പ്രോബ്ലംസ് ഒക്കെ ചെയ്യാത്ത രീതിയിൽ മോഡിഫൈ ചെയ്തുകൊണ്ട് ചേഞ്ചസ് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ദ നെക്സ്റ്റ് ഒബ്ജക്റ്റീവ് ഈസ് ടു ഇംപ്രൂവ് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം വിതിൻ ദ ഓർഗനൈസേഷൻ കുറെ കൂടി ഇഫക്റ്റീവ് ആക്കാനായിട്ട് ക്വാളിറ്റി സർക്കിള് ഹെൽപ്പ് ചെയ്യുന്നു. എംപ്ലോയീസ് തമ്മിൽ, എംപ്ലോയീസ് മാനേജ്മെൻറ്റും സുപ്പീരിയേഴ്സും സബോർഡിനേറ്റും ഒരേ ലെവലിൽ വർക്ക് ചെയ്യുന്നവർ തമ്മിൽ കുറെ കൂടെ ബെറ്റർ കമ്മ്യൂണിക്കേഷൻ എക്സ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നതിന് എന്ത് ക്വാളിറ്റി സർക്കിളിലൂടെ ഫോക്കസ് ചെയ്യുന്നു. നെക്സ്റ്റ് വൺ, ടു ഡെവലപ്പ് പേഴ്സണൽ ആൻഡ് ലീഡർഷിപ്പ് ഡെവലപ്മെന്റ്. ഓരോ വ്യക്തികളുടെയും ക്വാളിറ്റി സർക്കിളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതായ ഓരോ മെമ്പേഴ്സിൻ്റെയും പേഴ്സണൽ ഡെവലപ്മെന്റ്, അവരുടെ അനലൈസിങ് കപ്പാസിറ്റി, പ്രോബ്ലം ഐഡന്റിഫൈയിങ് കപ്പാസിറ്റി, finding out a solution to the problem, ആ തരത്തിലുള്ളതായ കേപ്പബിലിറ്റീസ് ഇംപ്രൂവ് ചെയ്യപ്പെടുന്നതിനും ഒരു ഗ്രൂപ്പ് ഫോർമുലേറ്റ് ചെയ്ത് അത് മുമ്പോട്ട് കൊണ്ടുപോകുന്നതിന് ആവശ്യമായ കാര്യങ്ങൾ ക്യാരി ഔട്ട് ചെയ്യുന്നതിലൂടെ മെമ്പേഴ്സിന്റെ ലീഡർഷിപ്പ് കപ്പാസിറ്റി ഡെവലപ്പ് ചെയ്യുന്നതിനും ക്വാളിറ്റി സർക്കിളിലൂടെ ഫോക്കസ് ചെയ്യുന്നുണ്ട്. ദെൻ ടു ഡെവലപ്പ് ചേഞ്ചസ് ഇൻ ദ ആറ്റിറ്റ്യൂഡ്, എംപ്ലോയീസിൻ്റെ ആറ്റിറ്റ്യൂഡിനകത്ത് വി ആർ ഓൾസോ എ പാർട്ട് ഓഫ് ദ മാനേജ്മെന്റ് എന്ന ചിന്താഗതി വരെ കൊണ്ടുവരാനായിട്ട് ക്വാളിറ്റി സർക്കിൾ ആക്ടിവിറ്റി ഫോക്കസ് ചെയ്യുന്നു. ദെൻ ടു ഡെവലപ്പ് സെൽഫ് ഡിസിപ്ലിൻ, സെൽഫ് മോട്ടിവേഷൻ ആൻഡ് മ്യൂച്വൽ പ്രോബ്ലം സോൾവിങ്. സോ എംപ്ലോയീസിന് അവരുടേതായ ഒരു സെൽഫ് ഡിസിപ്ലിൻ, അവരെ മറ്റാരും സൂപ്പർവൈസ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നില്ല ക്വാളിറ്റി സർക്കിൾ ഇഫക്റ്റീവായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് സാധിച്ചാൽ. അതുപോലെ തന്നെ അവർ സ്വന്തമായിട്ട് അവരുടെ ആശയങ്ങൾ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ആ ആശയങ്ങളിലൂടെ അവർ ഓർഗനൈസേഷൻ്റെ പ്രോബ്ലംസിന് സൊല്യൂഷൻ ഐഡന്റിഫൈ ചെയ്യുകയും ആ സൊല്യൂഷൻസ് മാനേജ്മെന്റ് അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ അവർക്ക് സെൽഫ് മോട്ടിവേഷൻ ഉണ്ടാകുകയും ഒരു മ്യൂച്വൽ പ്രോബ്ലം സോൾവിങ് സിറ്റുവേഷൻ, അതായത് അവർ തമ്മിൽ തന്നെ
അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ വർക്ക് പ്ലേസിൽ ഉണ്ടാകുന്നതായ പ്രോബ്ലംസ്, അതായത് ജോബ് റിലേറ്റഡ് പ്രോബ്ലംസ് അവർ തമ്മിൽ പരസ്പരം സഹായിച്ചുകൊണ്ട് ഓവർകം ചെയ്യാനായിട്ടുള്ള ഒരു സാഹചര്യവും ക്വാളിറ്റി സർക്കിളിലൂടെ ഫോർമുലേറ്റ് ചെയ്യപ്പെടുന്നു. സോ ദീസ് ആർ ദ മെയിൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് ക്വാളിറ്റി സർക്കിൾ. Now we are discussing about the organization structure of quality circle. We can able to find 5 levels in the organizational hierarchy. First one is top management. Second one is steering committee. Under the steering committee, the facilitators comes, then the leaders and the members of the quality circle. First of all, we are discussing about the top management. ക്വാളിറ്റി സർക്കിളിനെ സംബന്ധിച്ചിടത്തോളം ക്വാളിറ്റി സർക്കിളിൻ്റെ ആക്ടിവിറ്റീസ് ഇഫക്റ്റീവായിട്ട് ക്യാരി ഔട്ട് ചെയ്യപ്പെടണമെന്നുണ്ടെങ്കിൽ ക്വാളിറ്റി സർക്കിൾ ആക്ടിവിറ്റീസിനകത്ത് ടോപ്പ് മാനേജ്മെൻറ്റിൻ്റെ എല്ലാവിധ സപ്പോർട്ടുകളും അവരുടെ ഇൻവോൾവ്മെൻറ്റും ഉണ്ടായിരിക്കണം. ക്വാളിറ്റി സർക്കിൾ ഒരു വോളണ്ടറി ഗ്രൂപ്പ് ഓഫ് എംപ്ലോയീസ് ആണ് എങ്കിൽ പോലും ടോപ്പ് മാനേജ്മെൻറ്റ് അത് പ്രോപ്പറായിട്ട് ഗവേണിംഗ് ക്യാരി ഔട്ട് ചെയ്താൽ മാത്രമേ ക്വാളിറ്റി സർക്കിൾ ഇഫക്റ്റീവായിട്ട് ക്യാരി ഔട്ട് ചെയ്യപ്പെടത്തുള്ളൂ. Then the next level is steering committee. Steering committee of quality circles in the organization. ഈ സ്റ്റിയറിംഗ് കമ്മിറ്റിക്കകത്ത് വരുന്നത് ഓർഗനൈസേഷനിലെ മേജർ ഡിപ്പാർട്ട്മെന്റൽ ഹെഡ്സ് ആയിരിക്കും. ഈ ഡിപ്പാർട്ട്മെന്റൽ ഹെഡ്സ് ക്വാളിറ്റി സർക്കിൾ, ഫസ്റ്റ് ക്വാളിറ്റി സർക്കിളിന് വേണ്ടിയിട്ട് ആവശ്യമായ ഗോളുകളും ഒബ്ജക്റ്റീവ്സും എസ്റ്റാബ്ലിഷ് ചെയ്ത് കൊടുക്കുന്നു. വേറെ ക്വാളിറ്റി സർക്കിൾസ് ആ ഓർഗനൈസേഷൻ ഒരു ക്വാളിറ്റി സർക്കിളേ പാടുള്ളൂ എന്നില്ല. സിമിലർ ഏരിയയിൽ വർക്ക് ചെയ്യുന്ന, സിമിലർ കൈൻഡ് ഓഫ് ജോബ് ചെയ്യുന്നതായ ഒരു സ്മോൾ നമ്പർ ഓഫ് എംപ്ലോയീസിൻ്റെ ഗ്രൂപ്പാണ് എന്തെന്ന് പറയുന്നത് ക്വാളിറ്റി സർക്കിൾ എന്ന് പറയുന്നത്. അപ്പം ഒരേ രീതിയിലുള്ള വർക്കുകൾ ക്യാരി ഔട്ട് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് വേറൊരു രീതിയിലുള്ളതായ വർക്കുകൾ ക്യാരി ഔട്ട് ചെയ്യുന്നതായ വേറെ ഗ്രൂപ്പ് ഒക്കെ ഓർഗനൈസേഷനിൽ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടാം. ഓരോ ക്വാളിറ്റി സർക്കിളിനും ആവശ്യമായ ഗോളുകൾ, അതായത് ആ ക്വാളിറ്റി സർക്കിൾ എന്തിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് കാര്യങ്ങൾ ക്യാരി ഔട്ട് ചെയ്യണം, ആ ക്വാളിറ്റി സർക്കിളിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തെല്ലാം ആയിരിക്കണം എന്നുള്ളത് സെറ്റ് ചെയ്യുന്നത് ആരാണ്? ഈ പറയുന്ന സ്റ്റിയറിംഗ് കമ്മിറ്റിയാണ് സെറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ലെവൽ എന്ന് പറയുന്നത് ഫെസിലിറ്റേറ്റർ. അതായത് ഫെസിലിറ്റേറ്റർ എന്ന് പറഞ്ഞാൽ ഓരോ ഏരിയയിലുമുള്ളതായ ഒരു സീനിയർ ഓഫീസർ അല്ലെങ്കിൽ ഒഫീഷ്യൽ ആയിരിക്കും. ഒരു സീനിയർ ഓഫീസർ അല്ലെങ്കിൽ ഒരു സീനിയർ ഒഫീഷ്യൽ ആയിരിക്കും ആരായിട്ട് വരുന്നത്? ഫെസിലിറ്റേറ്റർ ആയിട്ട് വരുന്നത്. ആ പർട്ടിക്കുലർ ഏരിയയിലെ ക്വാളിറ്റി സർക്കിളിൻ്റെ റെസ്പോൺസിബിലിറ്റി, സ്റ്റിയറിംഗ് കമ്മിറ്റി സെറ്റ് ചെയ്തിരിക്കുന്നതായ ഗോളുകളും ഒബ്ജക്റ്റീവ്സും ആ ക്വാളിറ്റി സർക്കിളിനെ കൊണ്ട് അറ്റൈൻ ചെയ്യിക്കുന്നതിൻ്റെ റെസ്പോൺസിബിലിറ്റി ആർക്കായിരിക്കും? ഈ സീനിയർ ഓഫീസർക്ക് അല്ലെങ്കിൽ ഒഫീഷ്യലിന് ആയിരിക്കും. അദ്ദേഹത്തെയാണ് നമ്മൾ എന്ത് എന്ന് പറയുന്നത്? ഫെസിലിറ്റേറ്റർ എന്ന് പറയുന്നത്. Then the next level is leader. ഓരോ ക്വാളിറ്റി സർക്കിളിലും ചില പേഴ്സൺസ് ആ ക്വാളിറ്റി സർക്കിളിൻ്റെ ലീഡേഴ്സായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്ത് വരും. അവരായിരിക്കും ആ ക്വാളിറ്റി സർക്കിളിലെ മെമ്പേഴ്സിൻ്റെ എല്ലാം ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഉറപ്പുവരുത്തുകയും അവരെ കൊണ്ട് ഇഫക്റ്റീവായിട്ട് ക്വാളിറ്റി സർക്കിൾ ആക്ടിവിറ്റീസ് ക്യാരി ഔട്ട് ചെയ്യിക്കുകയും ചെയ്യുന്നത്. അങ്ങനെയുള്ളതായ പേഴ്സണെയാണ് നമ്മൾ എന്ത് എന്ന് പറയുന്നത്? ക്വാളിറ്റി സർക്കിളിൻ്റെ ലീഡർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ദ ലോവർ ലെവൽ, ദാറ്റ് ഈസ് ദ മെമ്പേഴ്സ്. ബട്ട് ദേ ആർ ദ കോർ ഓഫ് ക്വാളിറ്റി സർക്കിൾ. ഇവരാണ് യഥാർത്ഥത്തിൽ ക്വാളിറ്റി സർക്കിള് ഫോർമുലേറ്റ് ചെയ്യുന്നത്. സോ വോളണ്ടറി ആയിട്ട് ആ കൺസേൺ ക്വാളിറ്റി സർക്കിൾ ഫോർമുലേറ്റ് ചെയ്യുന്നതായ പേഴ്സൺസ് ആണ് ആര് എന്ന് പറയുന്നത്? മെമ്പേഴ്സ് എന്ന് പറയുന്നത്. സോ ഇങ്ങനെ 5 ലെവലുകളാണ്
ഒരു ക്വാളിറ്റി സർക്കിളിൻ്റെ ഓർഗനൈസേഷണൽ സ്ട്രക്ചറിനകത്ത് ഉള്ളത്. Then we are discussing about the benefits that an organization or the employees get from the quality circle. ക്വാളിറ്റി സർക്കിളിൻ്റെ ബെനിഫിറ്റിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഡയറക്റ്റ് ബെനിഫിറ്റ്, സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് ബെനിഫിറ്റ്. ഡയറക്റ്റ് ബെനിഫിറ്റിനെയും ഇൻഡയറക്റ്റ് ബെനിഫിറ്റിനെയും നമുക്ക് രണ്ടായിട്ട് തന്നെ നോക്കാം. ഫസ്റ്റ് നമ്മൾ ഡയറക്റ്റ് ബെനിഫിറ്റിനെ കുറിച്ചാണ് നോക്കുന്നത്. ഫസ്റ്റ് ഡയറക്റ്റ് ബെനിഫിറ്റ്, മേക്ക് വർക്ക് മോർ ഈസി. എംപ്ലോയീസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ വർക്കുകൾ കുറെ കൂടെ ഈസി ആയിട്ട് ക്യാരി ഔട്ട് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ക്രിയേറ്റ് ചെയ്യുന്നു. കാരണം ക്വാളിറ്റി സർക്കിൾ ഡിസ്കഷൻസ് ക്യാരി ഔട്ട് ചെയ്യപ്പെടുമ്പോൾ ഓരോ എംപ്ലോയീസും തങ്ങളുടെ വർക്കുകൾ ചെയ്യുന്നതിനകത്ത് വരുന്നതായ പ്രോബ്ലംസ് അവരത് പ്രൊജക്റ്റ് ചെയ്യുകയും മറ്റ് എംപ്ലോയീസ് ആ പ്രോബ്ലംസിന് സൊല്യൂഷൻ ആർക്കെങ്കിലും അറിയാമെങ്കിൽ അവർ ആ സൊല്യൂഷൻസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. കാരണം എല്ലാ എംപ്ലോയീസും ഈ സിമിലർ കൈൻഡ് ഓഫ് ജോബ് ചെയ്യുന്ന ആൾക്കാരാണ്. സോ അവർ ഈ തരത്തിൽ പ്രോബ്ലംസിന് സൊല്യൂഷൻസ് കണ്ടെത്തുന്നു. സോ അതുകൊണ്ട് തന്നെ ആ ഡിഫിക്കൽറ്റീസ് അവർക്ക് ഈസി ആയിട്ട് ഓവർകം ചെയ്യാനും വർക്ക് മോർ ഈസി വേയിൽ ക്യാരി ഔട്ട് ചെയ്യാനായിട്ടും ഇവർക്ക് സാധിക്കുന്നു. Then the next one എന്ന് പറയുന്നത് creating awareness of the potential of the workers. അതായത് വർക്കേഴ്സിൻ്റെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കാനായിട്ട്, അതായത് ക്വാളിറ്റി സർക്കിൾ ഡിസ്കഷൻ ആക്ടിവിറ്റി ക്യാരി ഔട്ട് ചെയ്യപ്പെടുമ്പോൾ ഓരോ വർക്കേഴ്സിൻ്റെയും പൊട്ടൻഷ്യൽ ലെവല് അവരെന്തൊക്കെ കാര്യങ്ങൾക്കകത്ത് ഇഫക്റ്റീവ് ആണ്, അവർക്ക് എന്തൊക്കെ കൂടുതൽ റെസ്പോൺസിബിലിറ്റീസ് അസൈൻ ചെയ്യാനായിട്ട് സാധിക്കും, എന്തൊക്കെ റെസ്പോൺസിബിലിറ്റീസ് അസൈൻ ചെയ്താൽ അവരെ കൊണ്ട് അതൊക്കെ ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കും എന്നൊക്കെ ഉള്ളത് മനസ്സിലാക്കാനായിട്ട് ഓർഗനൈസേഷന് ക്വാളിറ്റി സർക്കിൾ ആക്ടിവിറ്റിയിലൂടെ സാധിക്കുന്നു. Then providing opportunities for better understanding among the workers. വർക്കേഴ്സിനിടയ്ക്ക് ഒരു നല്ല അണ്ടർസ്റ്റാൻഡിങ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ക്വാളിറ്റി സർക്കിൾ ഫോർമുലേഷൻ ആക്ടിവിറ്റിയിലൂടെ ഓർഗനൈസേഷന് സാധിക്കുന്നു. കാരണം അവർ തമ്മിലുള്ളതായ ഒരു ഓപ്പൺ ഡിസ്കഷനുള്ള പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഫോറമാണ് ക്വാളിറ്റി സർക്കിൾ ഫോർമുലേഷനിലൂടെ സാധിക്കുന്നത്. നെക്സ്റ്റ് ബെനിഫിറ്റ് ഈസ് മേക്കിംഗ് വർക്ക് മോർ സേഫ്. എംപ്ലോയീസിനെ സംബന്ധിച്ചിടത്തോളം ക്വാളിറ്റി സർക്കിൾ ആക്ടിവിറ്റിയിലൂടെ ഓർഗനൈസേഷനിൽ ഉണ്ടാകാവുന്ന ഹസാർഡസ് സിറ്റുവേഷൻസ് മനസ്സിലാക്കാനും, അതായത് ഈ ആക്സിഡൻസ് ഒക്കെ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഹെൽത്തിനെ നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യുന്നതായ സിറ്റുവേഷൻസ് ഐഡൻറ്റിഫൈ ചെയ്യാനും ആ സിറ്റുവേഷൻസ് ഓവർകം ചെയ്യാനായിട്ടുള്ള സൊല്യൂഷൻസ് കണ്ടെത്താനായിട്ടും സാധിക്കുന്നു. സോ വർക്ക് എൻവയോൺമെൻറ്റ് കുറേ കൂടെ സേഫ് ആക്കുകയും വർക്ക് കുറേ കൂടെ സേഫ്റ്റി സിറ്റുവേഷനിൽ കണ്ടക്ട് ചെയ്യുകയും ചെയ്യുന്നതിന് ക്വാളിറ്റി സർക്കിൾ ഹെൽപ്പ് ചെയ്യുന്നു. Then the next one എന്ന് പറയുന്നത് improving quality of work and personal life. അതാണ് വർക്ക് ലൈഫ് എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് എംപ്ലോയീസിൻ്റെ വർക്ക് ലൈഫും അതുപോലെ തന്നെ പേഴ്സണൽ ലൈഫും ഒരേ ലെവലിൽ കൊണ്ടുപോകാനും രണ്ടും ഹൈ ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്യാനും ഉള്ള ഒരു സാഹചര്യം ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. ഇൻക്രീസിങ് ഓപ്പറേഷണൽ എഫിഷ്യൻസി, ഓർഗനൈസേഷനിൽ ക്യാരി ഔട്ട് ചെയ്യപ്പെടുന്നതായ ആക്ടിവിറ്റീസ് കുറെ കൂടെ എഫിഷ്യൻ്റ് ആയിട്ട് ക്യാരി ഔട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. ഇൻക്രീസിങ് പ്രൊഡക്ടിവിറ്റി,
ഓർഗനൈസേഷനിലെ പ്രൊഡക്ഷൻ, ഓക്കെ, പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നതായ ഔട്ട്പുട്ടിൻ്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും കൂടുന്നതിന് ക്വാളിറ്റി സർക്കിൾ കാരണം ആകുന്നു. ഇംപ്രൂവിങ് ക്വാളിറ്റി ഓഫ് പ്രോഡക്റ്റ് ആൻഡ് സർവീസ്, പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി കൂടുന്നതിനും അല്ലെങ്കിൽ സർവീസിൻ്റെ ക്വാളിറ്റി കൂടുന്നതിന് ക്വാളിറ്റി സർക്കിൾ കാരണമാകുന്നു. നേരത്തെ പോയിന്റിൽ നമ്മളത് തന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞാണ്. ദെൻ മിനിമൈസിങ് വേസ്റ്റേജ്. കോസ്റ്റ് ഒക്കർ ചെയ്യപ്പെടുന്നതിൻ്റെ പ്രധാന റീസൺ എന്ന് പറയുന്നത് ഡാമേജ് ഒക്കർ ചെയ്യുന്ന. ക്വാളിറ്റി സർക്കിളിലൂടെ ഈ ഡാമേജ്ഡ് പ്രോഡക്റ്റുകൾ ഉണ്ടാകുന്നതിൻ്റെ റീസൺ എന്താണ് എന്നുള്ളത് മനസ്സിലാക്കുകയും അത് അവോയ്ഡ് ചെയ്യപ്പെടുകയും ചെയ്യുമ്പോൾ വേസ്റ്റേജ് കുറയുന്നു. സ്ക്രാപ്പ് ഉണ്ടാകുന്ന സാഹചര്യം നമുക്ക് അവിടെ അവോയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഇതിലൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കുന്നു? കോസ്റ്റ് കുറയ്ക്കാൻ സാധിക്കുന്നു. അതോടൊപ്പം തന്നെ എന്താണ്, ക്വാണ്ടിറ്റി ഓഫ് പ്രൊഡക്ഷൻ കൂടുമ്പോൾ പെർ യൂണിറ്റ് കോസ്റ്റും കുറയുന്നു. ദെൻ ഈ സാഹചര്യത്തിൽ അതായത് ക്വാളിറ്റി പ്രോഡക്റ്റ് കിട്ടുകയും കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ നോർമലി കുറയുമ്പോൾ പ്രോഡക്റ്റ് പ്രൈസ് കുറയും. അപ്പം ക്വാളിറ്റി സാധനം അല്ലെങ്കിൽ ക്വാളിറ്റി പ്രോഡക്റ്റ് റെഡ്യൂസ്ഡ് പ്രൈസിൽ കിട്ടുമ്പോൾ കസ്റ്റമേഴ്സ് സാറ്റിസ്ഫൈഡ് ആകുന്നു. സോ കസ്റ്റമേഴ്സിന്റെ സാറ്റിസ്ഫാക്ഷൻ കൂട്ടാനായിട്ട് ക്വാളിറ്റി സർക്കിൾ ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇൻക്രീസിങ് വർക്കേഴ്സ് ജോബ് സാറ്റിസ്ഫാക്ഷൻ. സേഫ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റിൽ വർക്ക് ചെയ്യുമ്പോൾ വർക്കേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ വർക്ക് ലൈഫും പേഴ്സണൽ ലൈഫും ഒരേ രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമ്പോൾ അവർക്ക് എന്ത് കിട്ടുന്നു? ജോബിൽ നിന്നൊരു സംതൃപ്തി കിട്ടുന്നു. സോ വർക്കേഴ്സിൻ്റെ ജോബ് സാറ്റിസ്ഫാക്ഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഇൻക്രീസ് ചെയ്യാനായിട്ട് ക്വാളിറ്റി സർക്കിളിലൂടെ സാധിക്കുന്നു. ഇത്രയുമാണ് പ്രധാനമായ ഡയറക്റ്റ് ബെനിഫിറ്റുകൾ. Then next we are discussing about indirect benefits. First one, improving employee morale. നമ്മൾ ഡയറക്റ്റ് ബെനിഫിറ്റിനകത്ത് പറഞ്ഞായിരുന്നു ഇൻക്രീസ് ദ ജോബ് സാറ്റിസ്ഫാക്ഷൻ. എംപ്ലോയീസ് സാറ്റിസ്ഫൈഡ് ആകുമ്പോൾ, അവരുടെ ജോബിൽ സാറ്റിസ്ഫൈഡ് ആകുമ്പോൾ അവർക്ക് ആ ജോബിനോടുള്ളതായ ആറ്റിറ്റ്യൂഡ് നോർമലി എന്തായിട്ട് മാറും? ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡായിട്ട് മാറും. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇംപ്രൂവിങ് എംപ്ലോയി മൊറൈൽ എന്ന് പറയുന്നത്. സോ എംപ്ലോയീസിൻ്റെ മനസ്സിൽ അവരുടെ ജോബിനെ കുറിച്ച് ഉള്ള ഒരു നല്ല ചിന്താഗതി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതിന് എന്ത് ഇക്വാളിറ്റി സർക്കിൾ ഹെൽപ്പ് ചെയ്യുന്നു. ഡെവലപ്പിംഗ് പേഴ്സണൽ കപ്പാസിറ്റീസ് ഓർ കേപ്പബിലിറ്റീസ്. ക്വാളിറ്റി സർക്കിളിനകത്ത് ആ സർക്കിളിലുള്ള മെമ്പേഴ്സ്, ആ ക്വാളിറ്റി സർക്കിളിലുള്ള മെമ്പേഴ്സ് തന്നെയാണ് അവിടെ പ്രോബ്ലംസ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്, അത് അനലൈസ് ചെയ്യുന്നത്, അതിനുള്ള സൊല്യൂഷൻസ് കണ്ടെത്തുന്നത്. സോ ഓരോ മെമ്പേഴ്സിനും പ്രോബ്ലം ഐഡൻറ്റിഫിക്കേഷനുള്ള കപ്പാസിറ്റി, അനലൈസിങ്ങിനുള്ള കപ്പാസിറ്റി, അതിനാവശ്യമായ ഡേറ്റാസ് കളക്ട് ചെയ്യുന്നതിനുള്ളതായ റിസർച്ച് കപ്പാസിറ്റി, ആ ഡേറ്റാസിനെ വെച്ചുകൊണ്ട് ഡിസിഷൻ ടേക്ക് ഓൺ ചെയ്യുന്നതിന് ആവശ്യമായ ഡിസിഷൻ കേപ്പബിലിറ്റി, അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ കപ്പാസിറ്റി ഒക്കെ ഡെവലപ്പ് ചെയ്യപ്പെടുന്നതിന് എന്ത് ഹെൽപ്പ് ചെയ്യുന്നു? ക്വാളിറ്റി സർക്കിൾ ഹെൽപ്പ് ചെയ്യുന്നു. ദെൻ ഡെവലപ്പിംഗ് ഹ്യൂമൻ റിലേഷൻസ്. ഇവിടെ നമ്മൾ പറഞ്ഞു ക്വാളിറ്റി സർക്കിൾ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ വോളണ്ടറി ഗ്രൂപ്പ് ഓഫ് എംപ്ലോയീസ്. ഇറ്റ്സ് നോട്ട് എ ഹ്യൂജ് മെമ്പേഴ്സ് ഗ്രൂപ്പ്. അവിടെ ആകെ 6 തൊട്ട് 12 വരെയുള്ള എംപ്ലോയീസേ നോർമലി ക്വാളിറ്റി സർക്കിളിനകത്ത് ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് തന്നെ അവർ തമ്മിലുള്ളതായ റിലേഷൻഷിപ്പ് വളരെ ശക്തമായിരിക്കും. സോ ഈ രീതിയിൽ ഒരു എംപ്ലോയീസിൻ്റെ ഇടയിൽ
നല്ല ഒരു റിലേഷൻഷിപ്പ് ഡെവലപ്പ് ചെയ്യപ്പെടുന്നതിന് ക്വാളിറ്റി സർക്കിൾ കാരണം ആകുന്നു. ഇംപ്രൂവിങ് വർക്കിംഗ് കണ്ടീഷൻ, വർക്കിങ്ങിന് വരുന്നതായ പ്രോബ്ലംസ് ആണ് എവിടെ നോക്കുന്നത്, ക്വാളിറ്റി സർക്കിളിനകത്ത് അനലൈസ് ചെയ്ത് സൊല്യൂഷൻ ഐഡന്റിഫൈ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ തരത്തിലുള്ളതായ സാഹചര്യത്തിൽ ഓർഗനൈസേഷനിലെ വർക്കിംഗ് കണ്ടീഷൻ കുറെ കൂടെ ബെറ്റർ ആകുന്നതിന് അത് ഹെൽപ്പ് ചെയ്യുന്നു. സോൾവിങ് വർക്ക് റിലേറ്റഡ് പ്രോബ്ലംസും സെയിം തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത്. വർക്കുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആ പ്രോബ്ലംസ് ഒക്കെ ഇല്ലായ്മ ചെയ്യപ്പെടുന്നു. ഏതിലൂടെ? ക്വാളിറ്റി സർക്കിളിലൂടെ. സ്മൂത്തനിങ് കമ്മ്യൂണിക്കേഷൻ, ഹ്യൂമൻ റിലേഷൻസ് കുറെ കൂടെ ബെറ്റർ ആകുമ്പോൾ വളരെ ഇഫക്റ്റീവായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ക്യാരി ഔട്ട് ചെയ്യപ്പെടുകയും അതിലൂടെ ഇംപ്രോപ്പർ കമ്മ്യൂണിക്കേഷനിലൂടെ ഉണ്ടാകാവുന്ന പ്രോബ്ലംസ് ഒഴിവാക്കപ്പെടുകയും ചെയ്യുന്നു. ദെൻ മേക്കിംഗ് യൂസ് ഓഫ് ബ്രൈറ്റ് ഐഡിയാസ് ഓഫ് വർക്കേഴ്സ്, എഫിഷ്യൻ്റ് ആയിട്ടുള്ള വർക്കേഴ്സിൻ്റെ നല്ല നല്ല ഐഡിയാസ് മാനേജ്മെൻറ്റിന് കിട്ടാനും അത് ഇംപ്ലിമെൻ്റ് ചെയ്തുകൊണ്ട് കുറെ കൂടി ഇഫക്റ്റീവായിട്ട് മാനേജ്മെൻറ്റ് ആക്ടിവിറ്റീസ് ക്യാരി ഔട്ട് ചെയ്യപ്പെട്ട് ഓർഗനൈസേഷനിലെ ബെറ്റർമെന്റിലേക്ക് കൊണ്ടുപോകാനുമുള്ള ഒരു സാഹചര്യം ക്വാളിറ്റി സർക്കിള് ആർക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നു? മാനേജ്മെന്റിനെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നു. ദീസ് ആർ ദ ഡിഫറെന്റ് indirect benefits that an organization get. Next topic is introduction of quality circle in an organization. ഒരു ഓർഗനൈസേഷനിലേക്ക് ക്വാളിറ്റി സർക്കിള് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അത് ഏത് രീതിയിലാണ് എന്ന് നോക്കാം. ക്വാളിറ്റി സർക്കിള് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് വളരെ സയൻറ്റിഫിക് വേയിലാണ് ഓർഗനൈസേഷനിലേക്ക്. സയൻറ്റിഫിക് വേ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം, it should have a proper sequence or step by step process. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞൊരു കാര്യമാണ്, ഒരു ഓർഗനൈസേഷനിൽ അതിൻ്റെ വർക്കിംഗ് ഏരിയകൾ വ്യത്യസ്തപ്പെടുന്നതിനനുസരിച്ച് ഓരോ വർക്കിംഗ് ഏരിയയിലും ഡിഫറെൻറ്റ് ക്വാളിറ്റി സർക്കിളുകൾ അവൈലബിൾ ആണ് എന്നുള്ളത്. എന്നാൽ ക്വാളിറ്റി സർക്കിൾ എന്ന് പറയുന്ന കൺസെപ്റ്റ് ഓർഗനൈസേഷനിലേക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യപ്പെടുന്ന ആദ്യ നാളുകളിൽ അത് ഏതെങ്കിലും ഒരു സ്പെസിഫിക് ഏരിയയിലേക്കായിരിക്കും ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ വി ആർ ഇൻട്രൊഡ്യൂസിങ് വൺ ക്വാളിറ്റി സർക്കിൾ. ആ ക്വാളിറ്റി സർക്കിളിൻ്റെ വർക്കിംഗ് ഇഫക്റ്റീവ് ആക്കി അതൊരു ബെനിഫിഷ്യൽ ആണ് എന്ന് എംപ്ലോയീസിനും ആ ഒരു ഓർഗനൈസേഷണൽ കൾച്ചറിനും പ്രൂവ് ചെയ്ത് കൊടുക്കുന്നതിലൂടെയാണ് നമ്മൾ ഈ ക്വാളിറ്റി സർക്കിളിൻ്റെ എണ്ണം കൂട്ടുന്നത്. ഇവിടെ നമ്മൾ നോക്കുന്നത് ക്വാളിറ്റി സർക്കിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് ഓർഗനൈസേഷൻ ഫോളോ ചെയ്യുന്നതായ ഓരോ സ്റ്റെപ്പുകളുമാണ്. ഇതിനെ നമുക്ക് പ്രധാനമായിട്ടും 6 സ്റ്റേജസ് ആയിട്ട് തിരിക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ടീച്ചിങ് ക്വാളിറ്റി സർക്കിൾ ഫിലോസഫി ആൻഡ് മെത്തഡോളജി. ഇവിടെ നമ്മൾ വർക്കേഴ്സിന് ക്വാളിറ്റി സർക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ ഫിലോസഫി എന്താണ്, അതിൻ്റെ കൺസെപ്റ്റ് എന്താണ്, അതിലൂടെ എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് ഉണ്ടാകാൻ പോകുന്നത്, ഓർഗനൈസേഷനും ആ ക്വാളിറ്റി സർക്കിളിനകത്ത് വരുന്നതായ മെമ്പേഴ്സിനും എന്തെല്ലാം ബെനിഫിറ്റ്സ് ആണ് ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളത് വളരെ വിശദമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി പോകുന്നു. അതോടൊപ്പം തന്നെ ഈ പറയുന്ന കാര്യങ്ങൾക്കകത്ത് ഈ വർക്കേഴ്സിന് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ആ ഡൗട്ട്സ് ക്ലാരിഫൈ ചെയ്യാനായിട്ടുള്ള ഒരു സാഹചര്യവും കൂടി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. ഇതിലൂടെ
വർക്കേഴ്സിന്റെ മൈൻഡിൽ നമ്മളൊരു ചിന്താഗതി ക്രിയേറ്റ് ചെയ്തെടുക്കുന്നു. ഈ പറയുന്ന ക്വാളിറ്റി സർക്കിൾ എന്ന് പറയുന്ന ആ മാനേജ്മെന്റ് ടൂൾ അത് ഓർഗനൈസേഷനിൽ നമ്മുടെ വർക്ക് ഏരിയയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടാൽ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നല്ലതാണ് എന്ന ഒരു ചിന്താഗതി അവരിൽ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നു. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ വർക്കേഴ്സിൻ്റെ ഒരു പൂർണ്ണ സഹകരണം. കാരണം നമ്മൾ പറഞ്ഞു ഇത് ഒരു ഇൻസ്ട്രക്ഷണൽ ഗ്രൂപ്പ് അല്ല, അതായത് മാനേജ്മെന്റ് ഇൻസ്ട്രക്ഷൻ കൊടുത്തോണ്ട് ഫോർമുലേറ്റ് ചെയ്യപ്പെടുന്ന ഒരു ഗ്രൂപ്പ് അല്ല. വോളണ്ടറി ആയിട്ട് വർക്കേഴ്സിന് താല്പര്യം തോന്നി അവരൊന്നിച്ചു കൂടി ക്രിയേറ്റ് ചെയ്യേണ്ട ഒരു ഗ്രൂപ്പാണ്. അതിനുള്ള ബേസിക് ഗ്രൗണ്ട് ആണ് ഓർഗനൈസേഷൻ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അത് ഡയറക്റ്റ് ആയിട്ട് ഓർഗനൈസേഷൻ ഇങ്ങനെ ക്വാളിറ്റി സർക്കിൾ ഫോർമുലേറ്റ് ചെയ്യണം എന്ന് പറയാതെ വർക്കേഴ്സിന്റെ ഇടയിൽ ഒരു പ്ലാറ്റ്ഫോം അതിനെ ക്രിയേറ്റ് ചെയ്ത് കൊടുത്ത് വർക്കേഴ്സിനെ കൊണ്ട് ക്വാളിറ്റി സർക്കിൾ ഫോർമുലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം അവരുടെ മൈൻഡിൽ അത്ര തന്നെ ഒരു ഇൻട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്താൽ മാത്രമേ വർക്കേഴ്സ് ഇതിലേക്ക് മുമ്പോട്ട് വരത്തുള്ളൂ. ആ ഒരു ആക്ടിവിറ്റി നമ്മൾ ഈ ക്വാളിറ്റി സർക്കിൾ എന്താണ്, അതിൻ്റെ ഫിലോസഫി, കൺസെപ്റ്റുകളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്ത് അതിൻ്റെ ബെനിഫിറ്റുകളൊക്കെ വർക്കേഴ്സിന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് വർക്കേഴ്സിന്റെ മൈൻഡിൽ ക്രിയേറ്റ് ചെയ്യുന്നു. Then the next step, constituting quality circle. ഫസ്റ്റ് സ്റ്റെപ്പിനകത്ത് നമ്മൾ എംപ്ലോയീസിന് ക്വാളിറ്റി സർക്കിൾ എന്താണ്, അതിൻ്റെ കൺസെപ്റ്റുകൾ, അതിൻ്റെ ബെനിഫിറ്റുകൾ പറഞ്ഞു കൊടുത്ത് അവരുടെ മനസ്സിലൊരു ഇൻട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അവരുടെ മൈൻഡിൽ അതിനൊരു താല്പര്യം ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്വാളിറ്റി സർക്കിൾ ഫോർമുലേറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ എംപ്ലോയീസിനെ എൻകറേജ് ചെയ്യുന്നു. ഓക്കെ, അപ്പം ക്വാളിറ്റി സർക്കിൾ ഫോർമുലേറ്റ് ചെയ്യാനായിട്ട് എംപ്ലോയീസിനെ എൻകറേജ് ചെയ്തുകൊണ്ട് നമ്മൾ അവിടെ ഒരു ക്വാളിറ്റി സർക്കിൾ ഫോർമുലേറ്റ് ചെയ്യുന്നു. ഒരു ക്വാളിറ്റി സർക്കിളിനകത്ത് മാക്സിമം 12 എംപ്ലോയീസ് സിമിലർ കൈൻഡ് ഓഫ് ജോബ് ചെയ്യുന്നു. 12 എംപ്ലോയീസ് മാത്രമേ വരാൻ പാടുള്ളൂ. മാക്സിമം ലിമിറ്റാണ്. ഈ തരത്തിൽ 12 എംപ്ലോയീസ് അടങ്ങുന്നതായ ഒരു ക്വാളിറ്റി സർക്കിൾ അവിടെ ഫോർമുലേറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു ക്വാളിറ്റി സർക്കിൾ ഇവിടെ ഫോർമുലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ടോപ്പ് മാനേജ്മെന്റിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ഈ തരത്തില് ക്വാളിറ്റി സർക്കിൾ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അടുത്തതായിട്ട് വരുന്ന സ്റ്റെപ്പ് എന്ന് പറയുന്നത് അനാലിസിസ് ഓഫ് ക്വാളിറ്റി പ്രോബ്ലം. അതായത് ഈ ക്വാളിറ്റി സർക്കിള് പീരിയോഡിക്കലി മീറ്റ് ചെയ്യുന്നു. ഓക്കെ, ഒരു റെഗുലർ ഇന്റർവെൽ പീരീഡ് ഇല്ല, അതായത് വൺസ് ഇൻ എ വീക്ക് എന്നുള്ള രീതിയിലോ. ഓക്കെ, ഇത് എന്ത് ചെയ്യുന്നു, ഈ ക്വാളിറ്റി സർക്കിളിലെ മെമ്പേഴ്സ് തമ്മിൽ മീറ്റ് ചെയ്യുന്നു. പാസ്റ്റ് റെക്കോർഡ്സിനെയും എംപ്ലോയീസിന്റെ സജഷൻസിനെയും കസ്റ്റമേഴ്സിന്റെ സജഷൻസിനെയും ഒക്കെ ബേസ് ചെയ്തുകൊണ്ട് ആ ഓർഗനൈസേഷനിൽ ഇവരുടെ കൺസേൺ ഏരിയയിലുള്ളതായ വർക്ക് റിലേറ്റഡ് ഓർഗനൈസേഷന്റെ എഫിഷ്യൻസിയെ നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യുന്നതായ വർക്ക് റിലേറ്റഡ് പ്രോബ്ലംസ് എന്താണ് എന്നുള്ളത് ഇവര് ഐഡന്റിഫൈ ചെയ്യുന്നു. ആ പ്രോബ്ലംസിനെ കുറിച്ചുള്ളതായ ഇൻഫർമേഷൻസ്, അതായത് ഡേറ്റാസ്, ഓക്കെ, പൂർണ്ണമായിട്ട് കളക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. ആ ഡേറ്റാസിനെ പ്രോപ്പറായിട്ട് ക്ലാസിഫൈ ചെയ്ത് അനലൈസ് ചെയ്ത് നോക്കുന്നു. ഓക്കെ, അതാണ് തേർഡ് സ്റ്റെപ്പിൽ വരുന്നത്. ഫോർത്ത് സ്റ്റേജിൽ ഈ മെമ്പേഴ്സ്, അതായത് ഈ ക്വാളിറ്റി സർക്കിളിലെ മെമ്പേഴ്സ് തങ്ങൾ ഐഡന്റിഫൈ ചെയ്തതായ പ്രോബ്ലംസിന്റെ ഇൻഫർമേഷൻസിനെ മുഴുവൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്ത് അവരുടേതായ, അതായത് ഓരോ മെമ്പേഴ്സും
ക്വാളിറ്റി സർക്കിളിലുള്ളതായ ഓരോ മെമ്പേഴ്സും അവരുടേതായ സജഷൻസ് മുമ്പോട്ട് വയ്ക്കുകയും ആ സജഷൻസ് ഗിവ് ആൻഡ് ടേക്ക് എന്ന രീതിയിൽ, അതായത് ചില കാര്യങ്ങളൊക്കെ വിട്ടുകൊടുക്കുകയും ചില കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തുകൊണ്ട് ക്വാളിറ്റി സർക്കിളിലൂടെ ഒരു സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് ശ്രമിക്കുകയും ചെയ്യുന്നു. അങ്ങനെ എല്ലാവരുടെയും കൺസേണോട് കൂടിയ ഒരു സൊല്യൂഷൻ ഓർഗനൈസേഷനിലെ ആ കൺസേൺ ഐഡന്റിഫൈഡ് പ്രോബ്ലത്തിന് ഈ ക്വാളിറ്റി സർക്കിള് ഐഡന്റിഫൈ ചെയ്യുന്നു. ഈ തരത്തിൽ കൺസേൺ പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ സൊല്യൂഷൻ നമ്മളെ മാനേജ്മെന്റിന്റെ മുമ്പിൽ ഒരു സജഷൻ ആയിട്ട് വെക്കുന്നു. ഇന്ന പ്രോബ്ലം ഉണ്ട്, ആ പ്രോബ്ലത്തിന് ഇന്ന സൊല്യൂഷൻ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളത് മാനേജ്മെന്റിന്റെ ഫ്രണ്ടില് ഒരു സജഷൻ ആയിട്ട് വെക്കുന്നു. അത് ചിലപ്പോൾ ഒരു റിപ്പോർട്ടായിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഓറൽ പ്രസന്റേഷൻ ആയിട്ടായിരിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലാവാം. അത് മാനേജ്മെന്റിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. മാനേജ്മെന്റ് ആ പ്രോബ്ലവും അതിന്റെ സൊല്യൂഷനും, ക്വാളിറ്റി സർക്കിള് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നതായ പ്രോബ്ലവും സൊല്യൂഷനും അനലൈസ് ചെയ്തതിന് ശേഷം അത് ഫർദർ അപ്രൂവൽ പ്രൊവൈഡ് ചെയ്ത് ഇംപ്ലിമെന്റേഷൻ ആക്ടിവിറ്റിയിലേക്ക് പോകുന്നു. അതാണ് ഇതിൽ വരുന്നത്, 5th സ്റ്റെപ്പിൽ വരുന്നത്. മാനേജ്മെന്റിന് ആ സൊല്യൂഷൻ ഓക്കെ ആണ് എന്ന് തോന്നിയാൽ അവരത് അനാലിസിസിനകത്തൂടെ ആ സൊല്യൂഷൻ ബെറ്റർ സൊല്യൂഷൻ ആണ് എന്ന് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അവരതിന് ആ സൊല്യൂഷൻ അല്ലെങ്കിൽ ആ സജഷൻ ഇംപ്ലിമെന്റ് ചെയ്ത് ആ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ടുള്ള ഒരു അപ്രൂവൽ ഓർഗനൈസേഷനിലെ കൺസേൺ ക്വാളിറ്റി സർക്കിളിന് പ്രൊവൈഡ് ചെയ്യുന്നു. Then the next step എന്ന് പറഞ്ഞാൽ ഇംപ്ലിമെന്റേഷൻ. ഇവിടെ ഈ ക്വാളിറ്റി സർക്കിൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നതായ സജഷൻ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ടുള്ള ഓർഡേഴ്സ് മാനേജ്മെന്റ് ഇഷ്യൂ ചെയ്യുന്നു. ആ ഇന്ന സജഷൻ ഇംപ്ലിമെന്റ് ചെയ്യുകയാണ് എന്നുള്ളതായ പബ്ലിസിറ്റിയും പ്രൊവൈഡ് ചെയ്യുന്നു. അതിലൂടെ ആ കൺസേൺ പ്രോബ്ലത്തിനെ ഓവർകം ചെയ്യാനായിട്ടുള്ളതായ സൊല്യൂഷൻ, ആര് ഐഡന്റിഫൈ ചെയ്ത സൊല്യൂഷൻ, ക്വാളിറ്റി സർക്കിൾ ഐഡന്റിഫൈ ചെയ്തതായ സൊല്യൂഷൻ ആ ഓർഗനൈസേഷനിൽ ഇംപ്ലിമെന്റ് ചെയ്യപ്പെടുന്നു. ഇങ്ങനെയാണ് ഒരു ഓർഗനൈസേഷനിലെ ക്വാളിറ്റി സർക്കിൾ ആക്ടിവിറ്റി ക്യാരി ഔട്ട് ചെയ്യപ്പെടുന്നത്. ഓക്കെ, നൗ വി ആർ ഡിസ്കസിംഗ് അബൌട്ട് പ്രോബ്ലംസ് ഓഫ് ക്വാളിറ്റി സർക്കിൾ. ഫസ്റ്റ് പ്രോബ്ലം ഈസ് നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ്. ഓർഗനൈസേഷനിലെ എംപ്ലോയീസും ചിലപ്പോൾ മാനേജേഴ്സിന് തന്നെ ഈ ക്വാളിറ്റി സർക്കിൾ കൺസെപ്റ്റിനോട് ഒരു നെഗറ്റീവ് തോട്ട് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇൻട്രൊഡക്ഷൻ ഓഫ് ക്വാളിറ്റി സർക്കിളിനകത്ത് നമ്മൾ ഫസ്റ്റ് പോയിന്റിനകത്ത് പറഞ്ഞായിരുന്നു ക്വാളിറ്റി സർക്കിൾ ഫിലോസഫി. നമ്മൾ അവിടെ എംപ്ലോയീസിനെ പറഞ്ഞ് വ്യക്തമായിട്ട് മനസ്സിലാക്കണം, അവർക്ക് അതിനോടൊരു താല്പര്യം ക്രിയേറ്റ് ചെയ്യപ്പെടണം. അങ്ങനെ ഒരു താല്പര്യം അവർ ക്രിയേറ്റ് ചെയ്യപ്പെടാതിരുന്നാൽ അവർക്ക് എന്തുണ്ടാകും, നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ജനറേറ്റ് ചെയ്യും. സോ ഈ എംപ്ലോയീസിൻ്റെ അതുപോലെ തന്നെ ചില മാനേജേഴ്സിൻ്റെ ഇടയിലും ഇത് ക്വാളിറ്റി സർക്കിൾ ആക്ടിവിറ്റി ഒന്നും വേണ്ട, അതൊന്നും ഇംപ്ലിമെൻറ്റഡ് ആകില്ല എന്നൊക്കെയുള്ളതായ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ക്വാളിറ്റി സർക്കിളിനെ നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യാറുണ്ട്. ഇത് ഓവർകം ചെയ്യാനായിട്ടുള്ള ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് ഈ ക്വാളിറ്റി സർക്കിൾ കൺസെപ്റ്റ് വളരെ വ്യക്തമായിട്ട് എംപ്ലോയീസിന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും അവർക്ക് അതിലൊരു ഇൻട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളത് ആണ്. Then the next one എന്ന് പറയുന്നത് lack of ability. അതായത് പലപ്പോഴും ഓർഗനൈസേഷനിലെ എംപ്ലോയീസ് പ്രോപ്പർലി എഡ്യൂക്കേറ്റഡ് അല്ലാതെ വരുമ്പോൾ അവർക്ക് അവരുടെ ആ ഒരു ലാക്ക് ഓഫ് എഡ്യൂക്കേഷൻ പലപ്പോഴും ഇനിഷ്യേറ്റീവ്സ് എടുക്കുന്നതിൽ നിന്ന് അവരെ തടയാറുണ്ട്. സോ
ഈ ലാക്ക് ഓഫ് എബിലിറ്റി, പ്രോപ്പർലി എഡ്യൂക്കേറ്റഡ് അല്ല എന്നുള്ളത് കൊണ്ട് അവർക്കുണ്ടാകുന്നതായ ഈ ഒരു ഡ്രോബാക്ക് പലപ്പോഴും ക്വാളിറ്റി സർക്കിളിനെ നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യാറുണ്ട്. അതിനുള്ള സൊല്യൂഷൻ എന്ന് പറയുന്നത് വർക്കേഴ്സ് എഡ്യൂക്കേഷണൽ പ്രോഗ്രാംസ് ഓർഗനൈസേഷൻസ് ഇഫക്റ്റീവായിട്ട് ക്യാരി ഔട്ട് ചെയ്യുക എന്നുള്ളതാണ്. തേർഡ് മെയിൻ പ്രോബ്ലം ഫേസ്ഡ് ബൈ ദ quality circle activity is lack of commitment of management. ക്വാളിറ്റി സർക്കിള് ഇഫക്റ്റീവായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യപ്പെടണം എന്നുണ്ടെങ്കിൽ മാനേജ്മെന്റിന്റെ പൂർണ്ണ സഹകരണം ആവശ്യമാണ്. മാനേജ്മെന്റ് എംപ്ലോയീസിന് ഒരു പീരിയോഡിക്കലായിട്ട് മീറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു സാഹചര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുകയും അവരുടെ സജഷൻസ് അക്സെപ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്താൽ മാത്രമേ എംപ്ലോയീസ് കൂടുതൽ എഫിഷ്യൻസിയോടുകൂടി ക്വാളിറ്റി സർക്കിൾ ആക്ടിവിറ്റി ക്യാരി ഔട്ട് ചെയ്യത്തുള്ളൂ. എന്നാൽ മാനേജ്മെന്റ് ഇതിനകത്ത് എന്തെങ്കിലും തരത്തിലുള്ളതായ വീഴ്ചകൾ വരുത്തിയാൽ, പല മാനേജ്മെന്റുകളും ചിന്തിക്കാറുണ്ട് ഈ ക്വാളിറ്റി സർക്കിൾ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് മീറ്റിംഗ്സ് കൂടാന്നതിന് വേണ്ടിയിട്ട് എംപ്ലോയീസ് സ്പെൻഡ് ചെയ്യുന്ന സമയം ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം ഒരു ലോസ് ഓഫ് ടൈം ആണ്. ആ സമയത്തൂടെ എംപ്ലോയീസ് വർക്ക് ചെയ്യുകയാണെങ്കിൽ കുറെ കൂടെ പ്രൊഡക്ഷൻ ഉണ്ടാക്കാം എന്ന ചിന്താഗതി പല മാനേജ്മെന്റിനുണ്ട്. അങ്ങനെയൊക്കെയുള്ള ചിന്താഗതികൾ മാനേജ്മെന്റിനുണ്ടെങ്കിൽ അത് ക്വാളിറ്റി സർക്കിൾ ആക്ടിവിറ്റിയെ നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യും. ദെൻ ദ ലാസ്റ്റ് പ്രോബ്ലം ഈസ് നോൺ ഇംപ്ലിമെന്റേഷൻ ഓഫ് സജഷൻ. പലപ്പോഴും ഈ ക്വാളിറ്റി സർക്കിൾ മുമ്പോട്ട് വയ്ക്കുന്നതായ സജഷൻസ് മാനേജ്മെന്റ് കേൾക്കുമെന്നുള്ളതല്ലാതെ അവരത് ഇംപ്ലിമെന്റ് ചെയ്യാറില്ല. അങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാതെ വരുമ്പോൾ, അല്ലെങ്കിൽ അതിനൊരു പെർഫെക്റ്റ് വെയിറ്റേജ് കൊടുക്കാതെ വരുമ്പോൾ, ക്യൂസിയുടെ സജഷൻസിന്, ക്വാളിറ്റി സർക്കിളിന്റെ സജഷൻസിന് പെർഫെക്റ്റ് വെയിറ്റേജ് കൊടുക്കാതെ വരുമ്പോൾ അത് ക്വാളിറ്റി സർക്കിൾ മെമ്പേഴ്സിന്റെ മൊറൈലിനെ നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യും. സോ these four are the main problems faced by quality circle. Then we are discussing about requirement of effective quality circle. ഒരു ഓർഗനൈസേഷനിൽ ഇഫക്റ്റീവ് ആയിട്ടുള്ള ക്വാളിറ്റി സർക്കിൾ സിസ്റ്റം എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് എന്തൊക്കെ സാഹചര്യങ്ങൾ വേണം എന്നുള്ളതാണ്. ഫസ്റ്റ് വൺ, the employee should be encouraged to suggest ways and means to improve quality. എംപ്ലോയീസിന് ഓർഗനൈസേഷന്റെ ക്വാളിറ്റി ഇംപ്രൂവ്മെന്റിന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും എന്നുള്ളതായ സജഷൻസ് മുൻപോട്ട് വെക്കാൻ ഉള്ള ഒരു സാഹചര്യം ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അവർക്കത് അവരുടെ സജഷൻസ്, എംപ്ലോയീസിന്റെ ഭാഗത്തു നിന്നുള്ളതായ സജഷൻസ് മാനേജ്മെന്റിന്റെ മുമ്പിലേക്ക് വെക്കാനായിട്ട് ഉള്ളതായ ഒരു സാഹചര്യം ഉള്ള ഓർഗനൈസേഷൻ ആണെങ്കിൽ അവിടെ ക്വാളിറ്റി സർക്കിൾ ആക്ടിവിറ്റി ഇഫക്റ്റീവായിട്ട് ക്യാരി ഔട്ട് ചെയ്യപ്പെടും. Then the next requirement is the quality circle members must be given adequate training. അതായത് പലപ്പോഴും ക്വാളിറ്റി സർക്കിൾ മെമ്പേഴ്സിന് അവർ ഫേസ് ചെയ്യുന്നതായ, അല്ലെങ്കിൽ അവർ ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നതായ പ്രോബ്ലംസ് ഓവർകം ചെയ്യാനായിട്ടുള്ള സൊല്യൂഷൻസ് കണ്ടെത്താനായിട്ട് ആവശ്യമായി അവർ കളക്ട് ചെയ്തിരിക്കുന്ന ഡേറ്റാസിനെ പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്യാനോ ആ ഇൻഫർമേഷൻസിനെ പ്രോസസ്സ് ചെയ്ത് ഒരു ഫൈൻഡിങ്ങിലേക്ക് വരാനോ ഉള്ളതായ ബേസിക് കാലിബർ ഇല്ലാതെ വരുന്ന ഒരു സാഹചര്യത്തിൽ ക്വാളിറ്റി സർക്കിൾ ഇഫക്റ്റീവ് ആകില്ല. അപ്പം അവർക്ക് ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസുകൾ എങ്ങനെ ക്യാരി ഔട്ട് ചെയ്യണം, അതെങ്ങനെ പ്രോസസ് ചെയ്ത്
എങ്ങനെ ഒരു ഫൈൻഡിങ്സിലേക്ക് വരാം അല്ലെങ്കിൽ ഒരു സൊല്യൂഷൻ ഐഡന്റിഫൈ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചുള്ളതായ ട്രെയിനിങ്സ് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് റിക്വയർമെന്റ് ഈസ് ട്രെയിനിങ് ഇൻ ഡൈനാമിക്സ് ഈസ് റിക്വയർഡ് ബൈ ദ എംപ്ലോയീസ്. കാരണം ക്വാളിറ്റി സർക്കിൾ ആക്ടിവിറ്റീസിനകത്ത് എംപ്ലോയീസ് ഒരു ഗ്രൂപ്പ് എഫേർട്ടിലാണ് വരുന്നത്. അപ്പം ഒരു ഗ്രൂപ്പിനകത്ത് എങ്ങനെ കാര്യങ്ങൾ ക്യാരി ഔട്ട് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചുള്ളതായ ഗ്രൂപ്പ് ഡൈനാമിക്സിനെ കുറിച്ചുള്ളതായ ട്രെയിനിങ്സ് എംപ്ലോയീസിന് പ്രൊവൈഡ് ചെയ്യുക. അങ്ങനെ പ്രോപ്പർ ട്രെയിനിങ്സ് എംപ്ലോയീസിന് പ്രൊവൈഡ് ചെയ്താൽ അത് ക്വാളിറ്റി സർക്കിൾ ഇഫക്റ്റീവ് ആകുന്നതിന് അത് ഹെൽപ്പ് ചെയ്യുന്നു. Then the next one, management allow quality circle meeting periodically. അതായത് മാനേജ്മെന്റ് എന്ത് ചെയ്യണം? ക്വാളിറ്റി സർക്കിൾ മീറ്റിംഗ്സ് കണ്ടക്ട് ചെയ്യാനായിട്ടുള്ളതായ ഒരു പെർമിഷൻ ഒരു റെഗുലർ ഇന്റർവെല്ലിൽ വൺസ് ഇൻ എ വീക്ക് എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ വൺസ് ഇൻ 4 വർക്കിംഗ് ഡേയ്സ് എന്നുള്ള രീതിയിലോ ഓക്കെ ഒരു ഹാഫ് ആൻ അവർ ടൈം എംപ്ലോയീസിന് ഈ മീറ്റിംഗ്സ് ക്യാരി ഔട്ട് ചെയ്യാനായിട്ടുള്ളതായ ഒരു പെർമിഷൻ പ്രൊവൈഡ് ചെയ്യണം. Then each quality circle have a number of meetings and discussions. ഓരോ ക്വാളിറ്റി സർക്കിളുകൾക്കും കൂടുതൽ തവണ മീറ്റ് ചെയ്യാനായിട്ടും പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാനായിട്ടുമുള്ളതായ ഒരു സാഹചര്യം മാനേജ്മെന്റ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ വരുമ്പോൾ അവർ കുറെ കൂടെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻസ് ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് മുമ്പോട്ട് വരികയും ക്വാളിറ്റി സർക്കിൾ ആക്ടിവിറ്റി കുറെ കൂടി ഇഫക്റ്റീവ് ആവുകയും ചെയ്യും. ദ മെമ്പേഴ്സ് ഷുഡ് ഫീൽ ഇൻഡിപെൻഡന്റ് ടു ചൂസ് എനി പ്രോബ്ലം ആൻഡ് ടു ഇംപ്ലിമെന്റ് ആൻഡ് മോണിറ്റർ ദ റിസൾട്ട്. മെമ്പേഴ്സിന് ഒരു ഫീലിംഗ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. അതായത് മാനേജ്മെന്റ് പറയുന്ന പ്രോബ്ലത്തെ കുറിച്ചല്ലാതെ തങ്ങൾക്ക് ഏതാണോ റെലവെന്റ് ആണ് എന്ന് തോന്നുന്നത് ആ പ്രോബ്ലത്തെ കുറിച്ച് പഠിക്കാനും അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താനും അത് ഇംപ്ലിമെന്റ് ചെയ്ത് അതിന്റെ റിസൾട്ട് നോക്കാനും ഒക്കെ ഉള്ളതായ ഒരു ഫ്രീഡം ഉണ്ട് തങ്ങൾക്ക് എന്ന ഒരു ഫീലിങ്സ് എംപ്ലോയീസിന്റെ അല്ലെങ്കിൽ മെമ്പേഴ്സിന്റെ ഇടയിൽ ക്രിയേറ്റ് ചെയ്യണം. ക്വാളിറ്റി സർക്കിൾ മെമ്പേഴ്സിന്റെ ഇടയിൽ ക്രിയേറ്റ് ചെയ്യണം. അപ്പം അവർ ഫുള്ളി ഡെഡിക്കേറ്റഡ് ആയിട്ട് ക്വാളിറ്റി സർക്കിൾ ആക്ടിവിറ്റി ക്യാരി ഔട്ട് ചെയ്യും. ദെൻ ടോപ്പ് മാനേജ്മെന്റിന്റെ എല്ലാ സപ്പോർട്ടുകളും മാക്സിമം എക്സ്റ്റെൻഡിൽ ഈ ക്വാളിറ്റി സർക്കിൾ ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യണം. സോ ഇത്രയും സാഹചര്യങ്ങൾ ക്രിയേറ്റ് ചെയ്ത് കൊടുത്താൽ ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം ഓർഗനൈസേഷന്റെ ക്വാളിറ്റി സർക്കിൾ എന്ന് പറയുന്ന മോഡേൺ മാനേജ്മെന്റ് ടെക്നിക്സ് ഇഫക്റ്റീവായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത്രയുമാണ് ക്വാളിറ്റി സർക്കിൾ എന്ന് പറയുന്ന ടോപ്പിക്കിനെ കുറിച്ചുള്ളതായ ഡിസ്ക്രിപ്ഷൻ. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട് പിന്നീട് കാണാം.